ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ചലഞ്ചുമായിട്ട് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല. ഒരു ദിവസം മൊത്തം നൂഡിൽസ് കഴിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. വേറൊന്നുമല്ല, കൊറിയൻ നൂഡിൽസാണ് കഴിക്കുന്നത്. സ്പൈസിയുമാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്കിപ്പം തന്നെ അറിയാം. കാരണം ഇതൊന്നും ഹെൽത്ത് വൈസ് അത്ര നല്ലതല്ല. ബിക്കോസ് ഇതാരും അങ്ങനെ ട്രൈ ചെയ്യണമെന്നും ഞാൻ പറയില്ല. പിന്നെ എനിക്കൊരു കൊതി, ഞാൻ അധിക വീഡിയോയിലും ഈ ന്യൂഡിൽസൊക്കെ കാണുമ്പോൾ, ഈ ഡ്രാമയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കല്ലോ ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ഇഷ്ടമുള്ള ന്യൂഡിൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കുറച്ച് മധുരങ്ങൾ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എരിവാണല്ലോ സാധനം. സോ അവിടെ എല്ലാ സെക്ഷനും ഒന്ന് കയറി നിറങ്ങിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സെക്ഷൻ കവർ ചെയ്യാണ്ട് വരുന്നത് തീരെ സുഖമില്ലാത്ത പരിപാടിയാണ്. ഏറ്റവും നേരത്തെ പോയി ഏറ്റവും ലേറ്റായിട്ട് വരുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നുള്ളത് മെയിൻ ഒരു ഹോബിയാണ് കേട്ടോ. അത് പിന്നെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ സെക്ഷനും കയറി നിറങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് നന്നായിട്ട് ലേറ്റായിട്ടുണ്ട്. സോ എന്തായാലും വാങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നൂഡിൽസ് മാത്രം കഴിച്ചാൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഈ കൊറിയൻ ഫുഡ് ചിലതൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതലും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചക്കറികളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കുറച്ച് റൈസ്, കുറേ പച്ചക്കറികൾ. പക്ഷേ ഇങ്ങനത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസൊക്കെ അത്ര ഹെൽത്ത് വൈസ് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഹെൽത്ത് വൈസ് ഇത് ഓക്കെ ആയിരിക്കാൻ ചാൻസ് തീരെ ഇല്ല. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അത്ര ഹെൽത്തി ആയിരിക്കില്ല. പിന്നെ എല്ലാ ഫ്ലേവറൊന്നും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കിട്ടുന്ന സമയത്തല്ലേ നമുക്കിതൊക്കെ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ഫ്ലേവറാണ് വാങ്ങിച്ചിട്ടുള്ളത്. കിംച്ചി, പിന്നെ ബുഡാക്ക് പറഞ്ഞിട്ട് ഹോട്ട് ചിക്കൻ്റെ ഒരു ഫ്ലേവറും, പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ചീസി ഫ്ലേവറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നൂഡിൽസ് കഴിച്ചൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റും തോന്നില്ല. എന്തായാലും വിശക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. സോ വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് വെച്ചാൽ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തെ നൂഡിൽസ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ്. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഈ ബ്ലാക്ക് കളറുള്ള നൂഡിൽസാണ്. അത് കാണുമ്പോൾ ഭയങ്കര സ്പൈസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ, രാത്രി എത്ര സ്പൈസി കഴിക്കണമെന്ന് വിചാരിച്ച് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പാക്കറ്റിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര സ്പൈസി ആയിരിക്കും. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ 2 സാഷേ വരുന്നുണ്ട്. ഒന്നിൽ അതിൻ്റെ ചില്ലി സോസും ഒന്നിൽ അതിൽ ഇടാൻ പറ്റുന്ന ഫ്ലേക്സാണ്. സോ ഫസ്റ്റ് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്യാം. ഇതുപോലെ ബോയിൽ വാട്ടറിലിട്ടിട്ട് അത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുന്ന ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. സോ നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നിട്ടുള്ള ആ ചില്ലി സോസ്, എൻ്റെ കഷ്ടകാലത്ത് ഞാനത് മൊത്തമായിട്ട് ഒഴിച്ചു പോയി. കുറച്ച് ഒഴിച്ച് എരിവുണ്ടോ നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അത്ര സബൂർ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഫുള്ളങ്ങ് ഒഴിച്ചു പോയിട്ടുണ്ട്. സോ എന്താവും നോക്കാം. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ഫ്ലേക്സൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറിയൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മെയിൻ സാധനമായിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ബോയിൽഡ് എഗ്ഗ്, ഫുൾ ബോയിൽഡ് എഗ്ഗ് ഇടണമെന്നില്ല, കുറച്ച് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗാണ് എല്ലാവരും യൂസ് ചെയ്യുക. പക്ഷേ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഫുൾ ബോയിൽഡ് എഗ്ഗ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലെ ഞാൻ കുറച്ചും കൂടി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചൂടോടുകൂടി എരിവെള്ള ട്രൈ ചെയ്യുമ്പോൾ നല്ല രസമല്ലേ. ഓക്കെ, ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിസ്മില്ലാ, നമുക്കെല്ലാം മിക്സാക്കി തിന്ന് നോക്കുക. എന്തായാലും കാണുമ്പോൾ സ്പൈസി പോലെ തന്നെ ഉണ്ട്. ഓക്കെ, ബിസ്മില്ലാ. ഓ, ശരിക്കും ഭയങ്കര സ്പൈസി ആയിട്ട് സ്പൂൺ നിറച്ചെടുത്ത് എന്നെല്ലാം എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. സോ സ്പൈസി മാറാൻ വേണ്ടി നമുക്ക് ചോക്ലേറ്റ് തിന്നേ പറ്റൂ, അല്ലാണ്ട് വേറെ രക്ഷയില്ല. നമ്മൾ ഫസ്റ്റത്തെ താരം ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തത്. ഇനി രണ്ടാമത് ഞാൻ ട്രൈ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഇഞ്ചി ഫ്ലേവറാണ്. അപ്പോൾ അതിൽ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുനോക്കി മഷ്റൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഷ്റൂമാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ കുക്കുംബർ, പിന്നെ കട്ടിങ്സൊക്കെ അതേ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വെച്ച്. ഇനി കട്ടിങ്സ് മാറിയിട്ട് ടേസ്റ്റ് മാറണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ അവരുടെ സാധനം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് സ്പിനാച്ചാണ്. അതും അവരെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ 2 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിലും 2 സാഷേ വരുന്നുണ്ട്. ഒന്നിൽ എനിക്ക് തോന്നുന്നു ഒന്നിൽ പൗഡറാണ്, പിന്നെ ഒന്നിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും. അപ്പോൾ ഈ പൗഡർ ഇട്ട് അതിനുശേഷം സ്പിനാച്ച്, പിന്നെ നമ്മുടെ മഷ്റൂം, കുക്കുംബർ എല്ലാം ഇട്ട്, പിന്നെ നമ്മുടെ മാഗി എല്ലാം ഇട്ടൊന്ന് ബോയിൽ ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലഞ്ചിന് എന്താ കൊറിയൻ ഭാഷയിൽ പറയാൻ നോക്കാം. ഞാൻ കുറച്ച് കൊറിയൻ ഭാഷയിലൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ലഞ്ചിന് പറയുന്നത് ജോസിയും രമ്യോണാണ്. ഞാനിപ്പോൾ ലഞ്ചിന് ജോസിയും രമ്യോണാണ് കഴിക്കുന്നത്. പ്രൊണൗൺസിയേഷനൊക്കെ ശരിയാണോ എന്നറിയില്ല, കൊറിയൻകാർ കാണുന്നുണ്ട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചിട്ടുള്ളത് അച്ചിൻ രമ്യോണാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ രാത്രി കഴിക്കാൻ പോകുന്നത് ജോണിയോക്ക് രമ്യോണാണ്. ഓക്കെ, ഇതിൽ നമ്മൾ കിംച്ചി ആയിട്ടുണ്ട്. ഇത് ഞാൻ എഗ്ഗ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് സൂപ്പി ടെക്സ്ചറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും. ഇത് ഞാൻ വിചാരിച്ചത്ര എരിവും ഇല്ല, നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി.
ലാസ്റ്റ് ആൻഡ് തേർഡ് വണ് നമ്മുടെ ഡിന്നറും അല്പം ഹോട്ടാണെന്ന് വിചാരിക്കുന്നു, കാരണം അതിന് മേലെ 2x ഹോട്ട് സ്പൈസി എന്ന് എഴുതിയിട്ടുണ്ട്. 3x ഉണ്ട്, ബട്ട് ഞാൻ 2x ചെയ്തിട്ട് എനിക്ക് സ്പൈസി തീരെ പറ്റാത്തതാണ്. സോ റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ച് 2x ഇത്ര സ്പൈസി ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല, കാരണം ഫസ്റ്റ് ഇത് ട്രൈ ചെയ്തത് തന്നെ നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താവുമെന്ന് അറിയില്ല. ഓക്കെ, നമ്മൾ ബോയിൽ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊരു ക്രീം ചീസ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമതേ സ്പൈസി അല്ല, അപ്പോൾ സോസ് ചീസി രീതിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് പാൽ ഒഴിച്ചിട്ടുണ്ട്. പാൽ നമ്മൾ ചീസ് പിന്നെ ഈ ചില്ലി സോസ് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിന്നുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് മുൾമുൾ വേണ്ടി വരും. മുൾമുൾ എന്താണെന്നറിയാം, കൊറിയൻ ഭാഷയിൽ മുൾമുൾ എന്ന് വെച്ചാൽ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൾമുൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട മുള്ളാൻ പോകുന്നതാണ്, അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മുടെ ചീസി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിന് ഈ ബ്ലാക്ക് കളർ കാണുന്നതും ഇതിൽ സെസീം സീഡ്സും ഈ ബ്ലാക്ക് കളറാണുള്ളത്. ഇതിന് എന്തോ പറയും, സീവീഡ് കട്ട് ചെയ്ത എന്തോ പീസസാണ്. ഇതിൻ്റെ ഷീറ്റ് ഞാൻ വാങ്ങിച്ചായിരുന്നു ട്രൈ ചെയ്യാൻ. ഈ കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം ഹെൽത്തി ആയിട്ടുള്ളതാണ് അവർ കൂടുതൽ ഉപയോഗിക്കുക. പക്ഷെ അത് വാങ്ങിച്ചപ്പോൾ വിചാരിച്ചത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റത്തെ നൂഡിൽസ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര സ്പൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീസി ആക്കിയിട്ട് പോലും ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ ഈ സ്പൈസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുല്ലുമുട്ടായും ഒരു ഇളനീർ ജ്യൂസും തിന്ന് ഇന്നത്തെ രാത്രി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.